മൂന്നാമത്തെ ഇക്വാലിറ്റിയാണ്, സമത്വം ആണ്. കഅബയിലേക്ക് വരുന്ന ആളുകൾ എല്ലാവരുടെയും വേഷം ഒരേപോലെയാണ്. അവരുടെ ലക്ഷ്യം ഒന്നാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹു എന്നതാണ് അവരുടെ ലക്ഷ്യം. മൂന്നാമത്തത് അവരുടെ കർമ്മം ഒരുപോലെയാണ്. എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് അവിടെ കർമ്മം ചെയ്യുന്നത്. അവരുടെ സഅയ്, അവരുടെ തവാഫ്, അവരുടെ സ്വലാത്ത്, അവരുടെ ദിക്റുകൾ, അവരുടെ പ്രാർത്ഥനകളെല്ലാം ഒരുപോലെയാണ്. അപ്പൊ ലക്ഷ്യവും കർമ്മവും വേഷവും ഒരുപോലെയായ സമൂഹം അവരുടെ എന്ന് പറഞ്ഞാൽ കർമ്മം, ലക്ഷ്യം, അവരുടെ എല്ലാ ഇടപാടുകളിലും ഇക്വാലിറ്റി ഉണ്ട്. നാലാമത്തെ വിവേചനങ്ങളില്ല. കറുത്തവനുണ്ട്, അവിടെ വെളുത്തവനുണ്ട്, രാജാവുണ്ട്, അതുപോലെ തന്നെ സാധാരണക്കാരനായ മനുഷ്യരുണ്ട്. എല്ലാവരും ഒരേ വേഷം ധരിക്കണം. രാജാവാണെന്ന് കരുതിയിട്ട് ഇഹ്റാമിന്റെ ഡ്രസ്സ് ഒഴിവാക്കാൻ പറ്റില്ല, മിനയിൽ പോകാതിരിക്കാൻ പറ്റില്ല, തൽബിയത്ത് ചെല്ലാതിരിക്കാൻ പറ്റില്ല. അപ്പൊ എല്ലാ മനുഷ്യരും അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കഅബയുടെ മുകളിൽ കയറ്റി ബാങ്ക് വിളിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആജ്ഞാപിച്ചു. ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിച്ചു. ആ ബാങ്ക് കേട്ട് മക്കയിലുള്ള വിശ്വാസികളായ സമൂഹം ഒന്നടങ്കം കരഞ്ഞു. കാരണം അവർക്ക് വലിയൊരു ഓർമ്മയാണ് ബിലാലിന്റെ അല്ലാഹു അക്ബർ എന്ന ശബ്ദം. ബിലാൽ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ കയ്യിൽ കൈ ചേർത്ത് പിടിച്ചു. ബിലാലും മിന്നി, ബിലാൽ എന്നിൽപ്പെട്ടവനാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സഹാബികളുടെ കൂട്ടത്തിലെ പ്രസിദ്ധനായ ഒരു സഹാബിയാണ് ജുലൈബീബ് റളിയല്ലാഹു അൻഹു. ജുലൈബീബ് കറുത്ത ശരീരപ്രകൃതിയുള്ള, കുറിയ ശരീരപ്രകൃതിയുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് തന്റെ ശരീരത്തിൽ ഒരു അപകർഷതാബോധം ഉണ്ടായിരുന്നു. ആളുകളുടെ ഇടയിൽ അദ്ദേഹം ഇങ്ങനെ കൂടിച്ചേരാൻ മടിച്ചിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും അദ്ദേഹത്തെ സദസ്സിൽ അടുത്തിരുത്തി, എല്ലായ്പ്പോഴും അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു. വിവാഹം കഴിക്കാൻ സമയമായപ്പോൾ എനിക്ക് ആരാണ് ഒരു വധുവിനെ തരിക, അതുകൊണ്ട് ഞാൻ വിവാഹം കഴിക്കണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്ന ഒരാളായിരുന്നു ജുലൈബീബ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ ഏറ്റവും പ്രതാപമുള്ള ഒരു വീട്ടിൽ നിന്ന് അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുത്തു. അങ്ങനെ ഒരു യുദ്ധത്തിൽ രക്തസാക്ഷികൾ ആരൊക്കെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശോധിച്ചു നോക്കുന്ന സന്ദർഭത്തിൽ ജുലൈബീബിനെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയാണ്. അവിടത്തെ തല എടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് ആ ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിന്റെ തലയിൽ ഇങ്ങനെ മണ്ണ് പുരട്ടി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവസാനം നബി തിരുമേനി പറയാണ്, ഹുവ മിന്നി വ അന മിൻഹു, അദ്ദേഹം എന്നിൽപ്പെട്ടവനും ഞാൻ അദ്ദേഹത്തിൽപ്പെട്ടവനുമാകുന്നു എന്നാണ്. ഇതാണ് ഇക്വാലിറ്റി, സമത്വം. കഅബയും ഹറമും ലോകത്തിന് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം യഥാർത്ഥത്തിൽ സമത്വത്തിന് വേണ്ടി നിങ്ങൾ നിലകൊള്ളണമെന്നാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, ദലിതരായതിന്റെ പേരിൽ, ആദിവാസികളായതിന്റെ പേരിൽ വിവേചനങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നിതിൻ രാജ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി, രോഹിത് വെമുല എന്ന് പറയുന്ന വേറൊരു സയന്റിസ്റ്റ് ആവാൻ ആഗ്രഹിച്ചുകൊണ്ട് PhDക്ക് ജോയിൻ ചെയ്ത ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ, ഇവരൊക്കെ ഒടുവിൽ ആത്മഹത്യ ചെയ്യുകയാണ്. ആത്മഹത്യ ചെയ്ത് എന്തിനാണ്? തങ്ങൾക്ക് അനുഭവപ്പെട്ട വിവേചനത്തിൽ മനം മടുത്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത്. അവരെയൊക്കെ ചേർത്ത് പിടിച്ച് ബിലാലും മിന്നി വ അന മിന്നി ഹുവ മിന്നി വ അന മിൻഹു എന്ന് പറയാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് സമത്വത്തെ പ്രതിനിധീകരിക്കേണ്ട ബാധ്യത വിശ്വാസികൾക്കുണ്ട്.